നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ രാജേന്ദ്രൻ. എറണാകുളത്ത് സിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റാണ്. അപസ്മാരം എന്ന അസുഖം എല്ലാ ന്യൂറോളജി പ്രാക്ടീസിലും സാധാരണ കണ്ടുവരുന്ന തരം ഒരു അസുഖം തന്നെയാണ്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1% ആൾക്കാർക്ക് അപസ്മാരം ഉണ്ട് എന്നാണ് ലോകമെമ്പാടും ഇന്ത്യയിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലതരം അപസ്മാരങ്ങളുണ്ട്. അതിന് രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഇഡിയോപ്പതിക് എപ്പിലെപ്സി എന്ന് പറയും, മറ്റത് സിംറ്റമാറ്റിക് എപ്പിലെപ്സി എന്ന് പറയും. ഇഡിയോപ്പതിക് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന എല്ലാ ടെസ്റ്റുകളും സ്കാനുകളും ചെയ്താൽ പോലും തലച്ചോറിൻ്റെ ഘടനയ്ക്ക് യാതൊരു കേടുപാടുമില്ലാതിരിക്കുന്ന തരം എപ്പിലെപ്സിയാണ് ഇഡിയോപ്പതിക് എപ്പിലെപ്സി. ഇഡിയോപ്പതിക് എപ്പിലെപ്സിക്ക് പാരമ്പര്യമായിട്ട് ഒരു വലിയൊരു സംഭാവനയുണ്ട്. പക്ഷേ അത് എത്ര ശതമാനം എന്ന കണക്ക് നമുക്ക് ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സിംറ്റമാറ്റിക് എപ്പിലെപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ ഘടനയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച് അതിൽ നിന്ന് വരുന്ന അപസ്മാരത്തിനെയാണ് സിംറ്റമാറ്റിക് എപ്പിലെപ്സി എന്ന് പറയുക. ഒരു ഉദാഹരണം, തലച്ചോറിന് ക്ഷതമേൽക്കുക, ഹെഡ് ഇഞ്ചറി വരിക, അല്ലെങ്കിൽ മസ്തിഷ്ക ആഘാതമുണ്ടായിട്ട് തലച്ചോറിന് ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന അപസ്മാരം. അല്ലാന്ന് വെച്ചാൽ ചില കുട്ടികളിൽ പ്രസവ സമയത്ത് എന്തെങ്കിലും കാരണം കൊണ്ട് തലച്ചോറിലേക്ക് ആവശ്യമായ ഓക്സിജനും രക്തസ്രാവവും കിട്ടാതെ വരുമ്പോഴുള്ള ഡാമേജിൽ നിന്ന് വരുന്ന ഒരു കണ്ടീഷൻ്റെ സെർവൽ പോൾസി എന്ന് പറഞ്ഞ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് സിംറ്റമാറ്റിക് എപ്പിലെപ്സി ആയിട്ട് വരുന്നത്. 70% അപസ്മാര രോഗികൾക്കും ലളിതമായ മരുന്നുകൾ കൊണ്ട് നമുക്ക് അപസ്മാരത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ബാക്കി 30 വരുന്ന അപസ്മാര രോഗികൾക്ക് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. എന്നിട്ടും നിയന്ത്രണം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എപ്പിലെപ്സി സർജറി കൊണ്ട് എപ്പിലെപ്സി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടി വരും. ഇത് കൂടാണ്ട് നൂതനമായ വേറെ 1-2 തരം ചികിത്സാ രീതിയുണ്ട് ഈ അപസ്മാരത്തിന് മരുന്നുകൾ കൊണ്ട് നിയന്ത്രണത്തിന് വിധേയരാകാൻ പറ്റാത്ത രോഗികൾക്കുള്ളതാണ്. ഒന്ന് കീറ്റോജനിക് ഡയറ്റ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം, അതൊരു പ്രത്യേകതരം ആഹാര ക്രമീകരണം. രണ്ടാമത് വേഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞ് തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു ഞരമ്പുണ്ട്, അതിൽ നമ്മൾ ഹാർട്ടിൽ പേസ് മേക്കർ ഘടിപ്പിക്കുന്ന മാതിരി ഒരു പേസ് മേക്കർ ഘടിപ്പിച്ച് അപസ്മാരത്തെ നിയന്ത്രിക്കുക. അതിനാണ് വേഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിയന്ത്രണം കിട്ടാതെ വരുന്ന ഒരു ചെറിയ ശതമാനം രോഗികൾക്ക് അപസ്മാരത്തിന് ശസ്ത്രക്രിയ കൊണ്ടും മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരികയാണെങ്കിൽ ഈ കീറ്റോജനിക് ഡയറ്റോ വേഗസ് നെർവ് സ്റ്റിമുലേഷനോ, അതുകൂടാണ്ട് ഇപ്പോൾ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്നൊരു സാങ്കേതികമായിട്ടൊരു ടെക്നിക്കുണ്ട്, ഇത് മൂന്നും നമുക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. 70% അപസ്മാര രോഗികൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലളിതമായിട്ടുള്ള മരുന്നുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാവുന്ന. കുട്ടികളിൽ കണ്ടുവരുന്ന ചില പ്രത്യേകതരം അപസ്മാരമുണ്ട്. ഒന്ന് ബിനൈൻ റൊലാൻഡിക് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അപസ്മാരം, ആബ്സോൺസ് എപ്പിലെപ്സി എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം അപസ്മാരം. ഇതൊക്കെ ചില പ്രായപരിധിക്കുള്ളിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറി വന്നാൽ ആ പ്രായത്തിനിടയ്ക്ക് ബിനൈൻ റൊലാൻഡിക് എപ്പിലെപ്സി ആണെങ്കിൽ 2-3 തവണ അസുഖം ഉണ്ടായിന്ന് വരാം. ആ കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ച് ബിനൈൻ റൊലാൻഡിക് എപ്പിലെപ്സി ആണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് മാതാപിതാക്കന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, 7 വയസ്സോ 8 വയസ്സോ കഴിയുമ്പോൾ ഇത് തന്നെ മാറും, ഏറി വന്ന 1-2 തവണ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവർക്ക് ദീർഘകാലം മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ഈ അസുഖം ആ പ്രായമാകുമ്പോഴത്തേക്കും തന്നെ മാറുന്നതാണ്. അപ്പോൾ എല്ലാ അപസ്മാരത്തിനും ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ള ധാരണ ആദ്യം തിരുത്തേണ്ടത് നമ്മളും പേഷ്യൻസിൻ്റെ മാതാപിതാക്കൾ, പിന്നെ സമൂഹത്തിലും പൊതുവായിട്ടുള്ള ധാരണ അപസ്മാരമുണ്ടെങ്കിൽ എന്നും മരുന്ന് കഴിക്കണം എന്നുള്ളത്.
ആ ധാരണയൊക്കെ തിരുത്തേണ്ട സമയമായി. കൂടുതൽ പരീക്ഷണങ്ങളും കൂടുതൽ നൂതന രോഗനിർണയ രീതികളും ഉള്ള കാരണം ഇപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് ഇത് ഏത് തരം അപസ്മാരത്തിൽ പെടുന്നതെന്ന് മനസ്സിലാക്കി അതിനുള്ള കൃത്യമായിട്ടുള്ള മരുന്ന് കൊണ്ടാണ് നമ്മൾ നിയന്ത്രിക്കുന്നത്. അപസ്മാരമുള്ള രോഗികൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മരുന്ന് കൃത്യസമയത്ത് കൃത്യ അളവിൽ കഴിക്കുക എന്നുള്ളത്. അത് ഏത് തരം അപസ്മാരം എന്നാണ്, അതനുസരിച്ചിട്ട് എത്ര നാൾ കഴിക്കണമെന്ന് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉപയോഗിക്കണം. 2, രാത്രികാലങ്ങളിൽ 10:30 മുമ്പ് ഉറങ്ങുക എന്നുള്ളത് വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ പാലിക്കേണ്ടതാണ്. ഉറക്കം കുറവാണെങ്കിൽ, എത്ര നല്ലോണം നിയന്ത്രിക്കപ്പെട്ട അപസ്മാരമാണെങ്കിലും 2-3 ദിവസം ഉറക്കം നിന്ന് കഴിഞ്ഞാൽ വീണ്ടും അപസ്മാരം വരാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രാത്രി കൃത്യമായിട്ട് ഉറങ്ങുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കുറഞ്ഞാൽ മരുന്ന് കഴിക്കുകയാണെങ്കിൽ പോലും ചിലപ്പോൾ അപസ്മാരം വരാൻ സാധ്യതയുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒറ്റയ്ക്ക് നീന്തൽ കുളത്തിലോ കടലിലോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിലോ നീന്തൽ അറിയാത്ത ഒരാളുടെ കൂടെ കുളിക്കാൻ പോകരുത്. എപ്പോഴും നല്ലോണം നീന്തൽ അറിയുന്ന ഒരാളുടെ കൂടെ മാത്രമേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുളിക്കാൻ പോകാൻ പാടുള്ളൂ. വേറെ ഒന്ന്, അത് വളരെ പല പേഷ്യൻസും ചോദിക്കുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ വണ്ടി ഓടിക്കുന്നതിനെ പറ്റി, നിയമം അനുശാസിക്കുന്നത് അപസ്മാരം ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ മോട്ടോർ വെഹിക്കിൾ ആക്റ്റിലുള്ളത്. ആ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് ഇന്ത്യൻ എപ്പിലെപ്സി അസോസിയേഷൻ എന്ന സംഘടന ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ റെക്കമെൻഡേഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. 4-മത്തെ കാര്യം തൊഴിൽ മേഖലയാണ്. അപസ്മാരം ഉള്ള രോഗികൾക്ക് ചലിക്കുന്ന യന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ജോലി ചെയ്യുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് ചെയ്യേണ്ട ജോലികൾ, ഇങ്ങനെയുള്ള ജോലികളിൽ നിന്ന്, പിന്നെ പ്രൊഫഷണൽ ഡ്രൈവിംഗ്, അതായത് ലോറി, ടാക്സി ഓടിക്കുക, ഇങ്ങനെയുള്ള തൊഴിൽ മേഖലകൾ മാത്രമാണ് അവർക്ക് ചെയ്യാൻ പാടില്ലാത്തത്. ബാക്കി ഏത് തൊഴിൽ മേഖലകളിലും അവർക്ക് ശോഭിക്കാവുന്നതാണ്. പിന്നെയുള്ള വേറൊരു വിഷയം വരുന്നത്, വിവാഹപ്രായത്തുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായമാകുമ്പോൾ, അപസ്മാരമുള്ള പെൺകുട്ടിയാണെങ്കിൽ വിവാഹത്തിനെ പറ്റി മാതാപിതാക്കന്മാർക്കുണ്ടാവുന്ന ആകാംക്ഷ, അതിൽ അപസ്മാരം കൃത്യമായിട്ട് നിയന്ത്രിച്ചതിന് ശേഷം വിവാഹം ചെയ്യുകയായിരിക്കും ഏറ്റവും ഉത്തമം. മാത്രമല്ല, വിവാഹം ചെയ്യാൻ പോകുന്ന ഫാമിലിയോട് ഈ വിവരം തുറന്നു പറയുന്നതാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു, അപസ്മാരമുണ്ടെങ്കിൽ വിവാഹമോചനത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് വിവാഹമോചനം നേടാം എന്നുള്ളത്. ഇപ്പോൾ ആ നിയമം മാറ്റി. വിവാഹ ജീവിതം അപസ്മാരമുള്ള ഒരാൾക്ക് തടസ്സമാണെന്നുള്ള നിയമം ഇപ്പോൾ ഇന്ത്യൻ എപ്പിലെപ്സി അസോസിയേഷൻ സംഘടനയുടെ സമ്മർദ്ദം മൂലം അത് ഗവൺമെൻറ് പിൻവലിച്ചു. ഇപ്പോൾ അപസ്മാരമുണ്ടെന്ന് പറഞ്ഞാൽ ആരെയും വിവാഹമോചനം ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്. അപസ്മാരം ഉണ്ടാകുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്നവർ, രക്ഷിതാക്കളോ അല്ലെങ്കിൽ പുറമേ നിൽക്കുന്നവരോ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പേഷ്യൻറ്റിനെ ഒരു വശത്തേക്ക് ചെരിച്ച് കിടത്തുക. വായിൽ വരുന്ന സെക്രീഷൻസ് അത് ഒലിച്ചു പോകാനായിട്ടാണത്. ഒരു കാരണവശാലും നാവ് കടിക്കാതിരിക്കാൻ വേണ്ടി വായ്ക്കകത്ത് പെൻസിലോ സ്പൂണോ അങ്ങനെ ഒന്നും തിരുകരുത്. നാവ് കടിച്ച് ചെറിയ മുറിവുണ്ടായാൽ 2-3 ദിവസം കൊണ്ട് അത് മുറിവുണങ്ങും. വെറുതെ ചെരിച്ച് കിടത്തുക. ചുറ്റുപാടും എന്തെങ്കിലും കസേരയോ മേശയോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കി വയ്ക്കുക. ഷർട്ടിൻ്റെ ഉടുപ്പിൻ്റെ ബട്ടൺസൊക്കെ ഒന്ന് ലൂസാക്കുക. ചുറ്റും കൂടി നിൽക്കുന്നവരുടെ അടുത്ത് മാറി നിൽക്കാൻ പറയുക. അപസ്മാരം സാധാരണഗതിയിൽ 2-3 മിനിറ്റ് നിൽക്കുള്ളൂ. അഥവാ 5 മിനിറ്റിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ രോഗി എത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ സ്റ്റേറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയുന്ന
നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ള അപസ്മാരത്തിലേക്ക് അത് പോകാൻ ചാൻസ് ഉണ്ട്. 5 മിനിറ്റിൽ കൂടുതൽ അപസ്മാരം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രോഗിയെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇല്ലെങ്കിൽ 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തന്നെ നിൽക്കും. നിന്ന് കഴിഞ്ഞാൽ സൗകര്യമായിട്ട് തന്നെ പോയിട്ട് ഡോക്ടറോട് വിവരങ്ങൾ കൃത്യമായി പറയുക. എങ്ങനെയാണ് ഈ അപസ്മാരം ആരംഭിച്ചത്? കയ്യിലാണോ, കാലിലാണോ, 2 വശത്തു നിന്നാണോ, ഒരു വശത്തു നിന്നാണോ? ഈ വിവരങ്ങൾ ഡോക്ടർക്ക് ലഭിച്ചാൽ ഒരു 60% ഇത് എന്ത് തരം അപസ്മാരമാണെന്ന് ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ള ടെസ്റ്റുകൾ വരുന്നത് EEG എന്ന് പറഞ്ഞൊരു പരിശോധനയാണ്. അത് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയും. ഹാർട്ടിൻ്റെ ECG എടുക്കുന്ന മാതിരി തലച്ചോറിൻ്റെ വൈദ്യുതി തരംഗങ്ങളിൽ വ്യതിയാനം നോക്കുന്ന ടെസ്റ്റാണ് EEG. ഒരു 70-80% രോഗികളിലും ഇത് കൂടാണ്ട് ഒരു സ്കാനിങ് വേണ്ടി വന്നേക്കാം. സ്കാനിങ് ചെയ്യുമ്പോൾ MRI സ്കാനാണ് ഏറ്റവും ഉചിതമായ സ്കാനിങ്. CT സ്കാനിൽ പല അപാകതകളും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് MRI സ്കാൻ തന്നെ ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്കാനിങ് മെത്തേഡ്. ഇത്തരം കാര്യങ്ങളാണ് രോഗം നിർണ്ണയിക്കാനായിട്ട് ഡോക്ടർക്ക് സഹായകമാകുക. 1 ദൃക്സാക്ഷിയുടെ വിവരണം, 2 ഒരു EEG ടെസ്റ്റ്, 3 സ്കാനിങ്. ഇത് കൂടാണ്ട് ചില കുട്ടികളിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറവുണ്ടോ, ഷുഗർ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്യേണ്ടി വരും. ഒരു കാര്യം മനസ്സിലാക്കുക, ലോകത്തിൽ പല പ്രശസ്തരും അപസ്മാരത്തിൻ്റെ പേഷ്യൻസ് ആയിരുന്നു. ഉദാഹരണത്തിന് ജൂലിയസ് സീസർ എന്ന ചക്രവർത്തി, നെപ്പോളിയൻ ചക്രവർത്തി, ക്രിക്കറ്റ് കളിക്കാരായ ജോൺ ടി റോഡ്സ്, മരിച്ചുപോയ ക്രിക്കറ്റ് കളിക്കാരൻ ടോണി ഗ്രേഗ്, വിൻസെൻ്റ് വാൻ ഗോഗ് എന്ന് പറഞ്ഞ ചിത്രകാരൻ, ഡോസ്റ്റോവസ്കി എന്ന് പറഞ്ഞ റഷ്യൻ എഴുത്തുകാരൻ, ഇവർക്കെല്ലാവർക്കും അപസ്മാരം ഉണ്ടായിരുന്നവരാണ്. ഇവരെല്ലാവരും അവരവരുടെ മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ചവരുമാണ്. അത് കാരണം അപസ്മാരം നമ്മളുടെ കഴിവിന് ഒരു തടസ്സമാവില്ല എന്നതാണ് വസ്തുത. പഴയ ധാരണകൾ മാറ്റാനുള്ള സമയമായി. താങ്ക് യു.